സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ഗ്രൂപ്പിൻ്റെയും ചാനലിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. റാസ് ലെവൽസ് കിട്ടുന്ന ലിങ്കൊക്കെ അതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ താഴെ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ്, നിഫ്റ്റി കാര്യമായിട്ട് ഫോൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ പേടിച്ചതുപോലെയുള്ള ഒരു ഫോളും ഇന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഹിൻഡൻബർഗിൻ്റെ ആ ഒരു റിപ്പോർട്ട്, സെബിയുടെ ചെയർപേഴ്സണിനെതിരെ തന്നെ ഡയറക്റ്റ് അറ്റാക്കാണ് വന്നത്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒന്നും തന്നെ മാർക്കറ്റിൽ ഇന്ന് കാണാൻ സാധിച്ചില്ല. മാർക്കറ്റ് നല്ല ഒരു വൊളാറ്റൈലായിരുന്നു. മുകളിലോട്ടും താഴോട്ടും നല്ല രീതിയിൽ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നെങ്കിലും ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്ത് ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നാളെ അറിയാം എന്താണ് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്തായാലും സ്മോൾ ക്യാപ്സ് ഇന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. 24,400 തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. നോക്കാം വരും ദിവസങ്ങളിൽ അത് ക്രോസ് ചെയ്യുമെന്നുള്ളത്. നിഫ്റ്റി 15ൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും 13 മുതൽ 20 വരെയുള്ള ഒരു ലെവൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് മികച്ചതാണ്. എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ Q1 റിസൾട്ടിൽ ലാഭം 2 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. വോഡാഫോൺ ഐഡിയയുടെ ക്വാർട്ടർലി റിസൾട്ട് റിലീസായിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് ലോസ് ചുരുങ്ങി 6,432 കോടിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും എല്ലാം നല്ലത് തന്നെയാണ്. ട്രേഡേഴ്സ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റിൽ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 24,369 ട്രേഡിംഗ് നടക്കുന്ന ഓപ്പൺ ചെയ്ത സ്ഥലത്ത് 12 പോയിന്റ് താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതും ഇന്നൊരു വൊളാറ്റൈൽ ഡേ തന്നെയായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയിലും. നിക്കിയും ഹാങ്സങ് ഒക്കെ നല്ല സൂപ്പർ ഗ്രീൻ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 47 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 261 പോയിന്റ്, അത് 1.07% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 24,320 നിന്നും 26 പോയിന്റ് മുന്നേറ്റത്തിൽ 24,347 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യുള്ള 50 സ്റ്റോക്കുകളിൽ 26 ലാഭത്തിലും 23 നഷ്ടത്തിലും ഒരെണ്ണം ബ്രേക്ക് ഈവനായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. നിഫ്റ്റിയിൽ ഇതുവരെ ഈ ഒരു 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 44 പോയിന്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റമാണ് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഇതുവരെയായിട്ട് 684 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 3.46% വർദ്ധിച്ച് 15.87 ക്ലോസ് ചെയ്തിരിക്കുന്നു. നിഫ്റ്റിയിൽ നിന്ന് നാരോ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 165 പോയിന്റ് മുന്നേറ്റത്തിൽ 50,578 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 61 പോയിന്റ് മുന്നേറ്റത്തിൽ 23,029 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 318 പോയിന്റ് മുന്നേറ്റത്തിൽ 79,649 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ് 68 പോയിന്റ് മുന്നേറ്റത്തിൽ 12,653 ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $77.75 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. $2,444 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു. 83.96 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇതുവരെ റിലീസായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ രാവിലെ നോക്കാം. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി 1.32% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി റിയാലിറ്റി, മെറ്റൽ, പ്രൈവറ്റ് ബാങ്ക്, ഫിൻ സർവീസസ്, നിഫ്റ്റി ബാങ്ക്, IT ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഒരു പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുള്ളത്. ETF വരികയാണെങ്കിൽ ഗോൾഡ് ബീസും ബാങ്ക് ബീസും മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിരിക്കും. ബാക്കി എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വോൾട്ടാസ് ഇന്ന് 10.69% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 6.83% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോൾട്ടാസ്, ജൂബിലന്റ് ഫുഡ്സ്, ONGC, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ആക്സിസ് ബാങ്ക്, HDFC, AMC, ഫെഡറൽ ബാങ്ക്, UPL, ട്രെൻറ്റ്, JSW സ്റ്റീൽ, ഡിവീസ് ലാബ്, ഇൻഫി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ആസ്ട്രഡിയം, ആസ്ട്രൽ, ഭാരത് ഫോർജ്, AU ബാങ്ക്, അദാനി പോർട്സ്, NTPC, ഡോക്ടർ റെഡ്ഡി, ബ്രിട്ടാനിയ, REC ലിമിറ്റഡ്, അദാനി എന്റർപ്രൈസസ്, SBI ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു. 1,136 സ്റ്റോക്കുകൾ NSEയിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,267 സ്റ്റോക്കുകൾ നഷ്ടത്തിൽ അവസാനിച്ചു. നിഫ്റ്റിയുടെ PCR 0.79 ആണ് വന്നിരിക്കുന്നത്. ഇത് ക്ലിയർലി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 24,347 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 13 പോയിന്റ് മുകളിലായിട്ട്
24,360 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 24,500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 57 ലക്ഷമാണിത്. 24,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട് 58 ലക്ഷമാണത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1 ആണ് വന്നിരിക്കുന്നത്. ഇതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 1ൻ്റെ എബോവ് ആണെങ്കിൽ അതൊരു ബുള്ളിഷാണ്. 50,578 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 156 പോയിന്റ് മുകളിലായിട്ട് 50,734 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 51,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് 26 ലക്ഷം. 50,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉണ്ട് 21 ലക്ഷമാണത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്മാക്കോ, റെയിൽ എഞ്ചിനീയറിംഗ്, ടൈഡ് വാട്ടർ ഓയിൽ, എക്സ്മോ പൈപ്സ്, സ്റ്റെർലിംഗ് ടൂൾസ്, സ്റ്റാർ പേപ്പർ മിൽസ്, SJVN, റാണ ഷുഗേഴ്സ് തുടങ്ങി 400-ലധികം കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. നാളെ വരുന്നുള്ള ഗ്ലോബൽ ഡാറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച്, ഓസ്ട്രേലിയ NAB ബിസിനസ് കോൺഫിഡൻസ്, UK എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, UK അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇത്രയും ഡാറ്റകളാണ് നാളെ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ആവാനുള്ളത്. ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ആയിരുന്നു. മിഡ് ക്യാപ്പ് കാര്യമായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും മിഡ് ക്യാപ്പിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട്, അതായത് മോർണിംഗിൽ ഓപ്പൺ ആയതിനു ശേഷം, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലായിട്ട് നേരെ പോയി ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അതേ ലെവലിലേക്ക് അത് പോയി എന്നുള്ളതാണ്. കണ്ടില്ലേ, ഇന്നലത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ഹൈയും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ആ ലെവലിൽ കയറി അതൊന്ന് ടച്ച് ചെയ്തിട്ട് നോട്രേറ്റ് സോണിലേക്ക് തിരിച്ചിറങ്ങി നേരെ ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അതേ ലെവലിലേക്ക് അവിടെ വന്നു, സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി. ഒരു V ഷേപ്പ് റിക്കവറി എന്നൊക്കെ പറയുന്നത് പോലെ മനോഹരമായ അപ്പ് ഡൗൺ രണ്ടും ട്രേഡ് കിട്ടുന്ന രീതിയിലാണ് മാർക്കറ്റ് ഇന്ന് കയറിപ്പോയി. വളരെ മനോഹരമായ മുന്നേറ്റമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് പേടിയോടുകൂടിയാണ് ഇന്ന് ട്രേഡിങ്ങിന് ഇറങ്ങിയത്. കാരണം മാർക്കറ്റ് ഒറ്റയടിക്ക് തേഞ്ഞൊട്ടി പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. രാവിലത്തെ ഓപ്പണിംഗ് കണ്ടപ്പോൾ തന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേനും പിക്ചർ ക്ലിയർ ആയിരുന്നു, ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിച്ചു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ട് ഇന്ന്. ദെൻ ഓവറോൾ ഒരു മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഡോജിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ. നാളെ, അതായത് ഇപ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ മന്ത്ലി CPRൻ്റെ അകത്തേക്ക് കയറി കുടുങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വെളിയിൽ ചാടണം, അതാണ് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക്. സെൻസെക്സ് ആണെങ്കിൽ ഇന്നലത്തേതിനേക്കാളും താഴെയാണ് ഇന്നത്തെ, രണ്ട് നിഫ്റ്റിയും സെൻസെക്സ് ഇന്നലത്തേതിനേക്കാൾ താഴെയാണ് ഇന്നത്തെ ക്ലോസിങ്. ബട്ട് അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ മിഡ് ക്യാപ്പ് ആണെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം നാളെ എങ്ങോട്ടാണ്. നാളെ വളരെ നിർണായകമായ ഒരു ദിവസമായിരിക്കും. നാളെയാണ് ട്രെൻഡ് തീരുമാനമാവുക. കാരണം വ്യാഴാഴ്ച അവധി കൂടി വരുന്നുണ്ട് ഈ ആഴ്ചയിൽ. സോ ഓഗസ്റ്റ് 15 അവധി കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാങ്കിങ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ, ഫിനാൻസിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. ബാങ്ക് എക്സിൽ ക്ലിയർലി ഒരു ബെയറിഷ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിലാണ് ലോവർ സൈഡിലേക്ക് തുടങ്ങി, അല്ലെങ്കിൽ ഗ്യാപ് ഡൗണിൽ തുടങ്ങി മുകളിലോട്ട് കയറി വരികയാണ് ചെയ്തത്. ഫിൻ നിഫ്റ്റി ആണെങ്കിൽ എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഉള്ളത്. നാളെ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണേണ്ട ഒരു ദിവസമാണ്. ഒരു പക്ഷേ ഇന്നത്തത് വളരെ കരുതലോടുകൂടി, വളരെ വീഴ്ചയെ തടഞ്ഞു നിർത്തിയ ഒരു തീരുമാനമായിരുന്നെങ്കിൽ നാളെ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാൻ സാധിക്കില്ല. സോ നാളെ വളരെ കരുതലോടുകൂടി തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേയ്സ് വരും ദിവസങ്ങളിൽ നേരുന്നു. ഗുഡ് നൈറ്റ്.